യാറത് നാന്താ നാഗവല്ലി. ഈ ഒരു ഒറ്റ വാചകം മതി മണിച്ചിത്രത്താഴിന്റെ പൾസ് അറിയാൻ. ഇന്നും ഏറെ ആകാംക്ഷയോടെ കാണുന്ന ഒരു ക്ലാസിക് മൂവി വീണ്ടും റിലീസിന് ഇറങ്ങുമ്പോൾ ഏറെ പ്രതീക്ഷയോടെ കാത്തിരിക്കുകയാണ് ഓരോ മലയാളി. ഇപ്പോൾ ചിത്രത്തിന്റെ 4K ദൃശ്യമികവോടെ വന്ന ടീസറാണ് എല്ലാവരെയും ഞെട്ടിപ്പിക്കുന്നത്. ഗംഗയും നാഗവല്ലിയുമായുള്ള ശോഭനയുടെ പകർനാട്ടം ഇന്നും ആരാധക മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്നുണ്ട്. അതുപോലെ തന്നെ നകുലനും സണ്ണിയും ഒക്കെ. ഓഗസ്റ്റ് 17-ന് മാറ്റിനി നൗം E4 എന്റർടൈൻമെന്റ്സും ചേർന്ന് മോളിവുഡിൽ തന്നെ ഏറ്റവും വലിയ റിലീസായി ചിത്രം തിയേറ്ററുകളിലേക്ക് എത്തിക്കുകയാണ്. 1993-ൽ ഫാസിലിന്റെ സംവിധാനത്തിലായിരുന്നു മണിച്ചിത്രത്താഴ് റിലീസ് ചെയ്തത്. മോഹൻലാൽ, സുരേഷ് ഗോപി, ശോഭന, തിലകൻ, നെടുമുടി വേണു, ഇന്നസെന്റ്, സുധീഷ്, KPSC ലളിത തുടങ്ങിയ മലയാള സിനിമയിലെ വമ്പൻ താരനിര തന്നെ അണിനിരന്ന ചിത്രമായിരുന്നു അത്. കലാതീതമായി ഇന്നും തലമുറകളെ വിസ്മയിപ്പിച്ചുകൊണ്ട് ഓരോ കാഴ്ചയിലും അതിനോടുള്ള അഭിനിവേശം കാണികളിൽ പുതുമ കൊടുക്കാതെ നിലനിർത്തുന്ന മലയാളത്തിന്റെ മാസ്റ്റർ പീസ് എന്ന് വിശേഷിപ്പിക്കാവുന്ന ചിത്രമാണ് മണിച്ചിത്രത്താഴ്. റീമാസ്റ്റർ ചെയ്ത് ചിത്രം വീണ്ടും തിയേറ്ററുകളിൽ പ്രദർശനത്തിനെത്തുമ്പോൾ മലയാള സിനിമാ പ്രേമികൾക്ക് അത് മറക്കാനാവാത്ത ഒരു അനുഭവമാവുമെന്ന് തീർച്ചയാണ്. മധുമുട്ടത്തിന്റെ മനഃശാസ്ത്ര പ്രേതകഥാ സംവിധായകൻ ഫാസിലിന്റെ സംവിധായക പാടവത്തിൽ ഉരുതിരിഞ്ഞു വന്നപ്പോൾ അത് മലയാളം കണ്ട എക്കാലത്തെയും മികച്ച സിനിമാ അനുഭവങ്ങളിൽ ഒന്നായി മാറുകയായിരുന്നു. കേന്ദ്ര കഥാപാത്രങ്ങളായ ഗംഗ, നാഗവല്ലി എന്നിവരെ അവതരിപ്പിച്ച ശോഭനയ്ക്ക് ആ വർഷത്തെ മികച്ച നടിക്കുള്ള ദേശീയ അവാർഡ് ഉൾപ്പെടെ നിരവധി പുരസ്കാരങ്ങൾ ലഭിച്ചിരുന്നു. 1993-ലെ ഏറ്റവും നല്ല ജനപ്രിയ ചിത്രത്തിനുള്ള ദേശീയ സംസ്ഥാന പുരസ്കാരങ്ങളും ഈ ചിത്രം സ്വന്തമാക്കിയിരുന്നു. കന്നഡയിൽ അപ്തമിത്ര, സൂപ്പർ സ്റ്റാർ രജനീകാന്ത് നായകനാക്കി തമിഴിലും തെലുങ്കിലും ചന്ദ്രമുഖി, ഹിന്ദിയിൽ ഭൂൽ ഭൂലയ്യ എന്നീ പേരുകളിലും ചിത്രം റീമേക്ക് ചെയ്ത് ഇറക്കിയിരുന്നു. എല്ലാ ചിത്രങ്ങളും വൻ വിജയമാണ് നേടിയിരുന്നത്. സോഷ്യൽ മീഡിയയിൽ സജീവമായപ്പോൾ സിനിമാ ചർച്ചകളിലും ട്രോൾ മീമുകളിലും ഏറ്റവും നിറഞ്ഞു നിന്ന ചിത്രം കൂടിയാണ് മണിച്ചിത്രത്താഴ്. ഓരോ കാഴ്ചകളിലും കൂടുതൽ ഗംഭീരമാകുന്ന ആ ഒരു നിര്യഹരിത ഹാസ്യരംഗങ്ങൾക്കായും മലയാളികളെ മതിപ്പിച്ച ആ ഒരു ക്ലൈമാക്സ് രംഗങ്ങളും തിയേറ്ററുകളിൽ അനുഭവിക്കാൻ ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ് ഇന്നും പ്രേക്ഷകർ. സൈക്കോളജിക്കൽ ത്രില്ലറായി എത്തിയ ചിത്രത്തിന് ഗംഭീര സ്വീകരണമായിരുന്നു അന്ന് ലഭിച്ചിരുന്നത്. മധുമുട്ടത്തിന്റെ തിരക്കഥയിൽ സിനിമ സംവിധാനം ചെയ്തത് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഫാസിലായിരുന്നു. പ്രിയദർശൻ, സിബി മലയിൽ, സിദ്ദീഖ് ലാൽ തുടങ്ങിയവരും ഈ ചിത്രവുമായി സഹകരിച്ചിരുന്നു. ഇതാദ്യമായിട്ടായിരുന്നു ഒരു സിനിമയ്ക്ക് പിന്നിൽ 4 പ്രമുഖ സംവിധായകർ അണിനിരുന്നത്. അത്രയേറെ ഉണ്ടായിരുന്നു ആ ഒരു സിനിമ ചെയ്തു കഴിഞ്ഞപ്പോഴും. അതുകൊണ്ട് തന്നെ ഏറെ ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ് മണിച്ചിത്രത്താഴിനെ പ്രിയ മലയാളികൾ എല്ലാവരും.